CPIM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിലും ഭാരവാഹിത്വത്തിന് 75 വയസ്സ് പ്രായപരിധി നടപ്പിലാക്കിയാൽ പരമോന്നത ഘടകമായ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും വൻ അഴിച്ചുപണി വരും. PB അംഗങ്ങളിൽ 7 പേർ 75 വയസ്സ് പിന്നിട്ടവരാണ്. ഇപ്പോൾ തന്നെ പ്രായപരിധിയിൽ ഇളവ് തേടി PBയിൽ തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തവണയും ഇളവ് ലഭിച്ചേക്കും. കണ്ണൂരിൽ നടന്ന 23-ാം പാർട്ടി കോൺഗ്രസ് മുതലാണ് പാർട്ടി സമിതികളിൽ അംഗമാകുന്നതിന് CPIM പ്രായപരിധി നടപ്പിലാക്കിയത്. കേന്ദ്ര കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി വരെയുള്ള സമിതികൾ അംഗമാകുന്നതിന് 75 വയസ്സാണ് CPIM നിശ്ചയിച്ചിരിക്കുന്ന പ്രായം. ഈ മാനദണ്ഡം നടപ്പാകുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 7 നേതാക്കൾ പുറത്താകും. PB അംഗങ്ങളായ പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സുഭാഷിണി അലി, സൂര്യകാന്ത് മിശ്ര, G രാമകൃഷ്ണൻ എന്നിവർ 75 വയസ്സ് പിന്നിട്ടവരാണ്. കഴിഞ്ഞ സമ്മേളന കാലത്ത് തന്നെ 75 വയസ്സ് കഴിഞ്ഞിരുന്ന പിണറായി വിജയനെ ഇളവ് നൽകിയാണ് പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തിയത്. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായിക്ക് ഇത്തവണയും ഇളവ് ലഭിച്ചേക്കും. മറ്റു നേതാക്കളെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളാക്കി മാറ്റിയേക്കും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള AK ബാലനും PK ശ്രീമതിയും 75 വയസ്സ് പിന്നിട്ടവരാണ്. പ്രായപരിധി മാനദണ്ഡത്തിൽ ഈ 2 നേതാക്കളും പാർട്ടിയുടെ കേന്ദ്ര സമിതികളിൽ നിന്ന് പുറത്താകും. എന്നാൽ രണ്ടുപേരെയും കേരളത്തിലെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി നിലനിർത്തും. 2025 മെയ്യിലാണ് EP ജയരാജന് 75 വയസ്സ് തികയുക. പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ ആയതുകൊണ്ട് EP ജയരാജൻ കമ്മിറ്റികൾ തുടർന്നേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ PK ശ്രീമതിയെയും AK ബാലനെയും കൂടാതെ ആനാവൂർ നാഗപ്പനും 75 വയസ്സ് കഴിഞ്ഞ ആളാണ്. ആനാവൂരും ഈ സമ്മേളന കാലത്തോടെ നേതൃസമിതികളിൽ നിന്ന് ഒഴിവാകും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ NR ബാലൻ, P രാജേന്ദ്രൻ, MK കണ്ണൻ, ഗോപി കോട്ടമുറിക്കൽ എന്നിവരും പ്രായപരിധി മാനദണ്ഡത്തിൽ തട്ടി നേതൃസമിതികളിൽ നിന്ന് പുറത്താകും. പോളിറ്റ് ബ്യൂറോ മുതൽ ലോക്കൽ തലം വരെ 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കുമ്പോൾ കൂടുതൽ യുവാക്കൾക്ക് പാർട്ടി കമ്മിറ്റികളിൽ അവസരം ലഭിക്കും. ഇതുതന്നെയാണ് ഈ തീരുമാനത്തിലൂടെ പാർട്ടി നേതൃത്വം ലക്ഷ്യമിടുന്നതും. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.